അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതശൈലി രോഗങ്ങളായ ഒരുപാട് രോഗങ്ങൾ, പ്രഷർ, പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ, ബി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ഒരുപാട് ആളുകൾക്ക് ഒരു മധ്യവയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം രോഗങ്ങളില്ലാത്തവർ വളരെ കുറവാണ്. പല ആളുകളും ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അതിന് വേണ്ട മരുന്നുകളൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ ഇത്തരം രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയോ ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യൂല. അവരതിന് പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത്, നമ്മൾ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഉണ്ടാകും, എന്തിനാ നമ്മൾ വെറുതെ ഒരു രോഗം നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടെത്തുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ല. രോഗമുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കുക, നമുക്ക് വേണ്ടതുപോലെ നമ്മൾ തോന്നിയതുപോലെ നമുക്ക് ജീവിക്കാം, ഉള്ളത് കുറച്ച് കാലമല്ലേ ഉള്ളൂ. ആ ഉള്ള കാലം നമ്മൾ വെറുതെ മരുന്നും ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കിയിട്ടൊക്കെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ എന്നൊക്കെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ അതിന് വേണ്ട മരുന്നുകളോ കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും വരുത്താതെ അവരങ്ങനെ തോന്നിയതുപോലെ ജീവിക്കും. ഇതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു യാത്രയിൽ ബസ്സിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു അത്യാവശ്യം ഒരു 50-55 വയസ്സ് പ്രായമുള്ളൊരു വ്യക്തി, പെട്ടെന്ന് അദ്ദേഹം നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹം ബസ്സിൻ്റെ സീറ്റിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്നത് പോലെയാണ് തോന്നുക. അപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സീറ്റ് എത്തിയിട്ട് കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വിളിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ഉടനെ തന്നെ അദ്ദേഹം മലർന്നടിച്ച് ആ കണ്ടക്ടറുടെ മേൽ കൂടാണ് വീണു. കണ്ടക്ടർ തിരിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് തിരിഞ്ഞു പോകുന്ന പോക്കിലായതുകൊണ്ട് തന്നെ കണ്ടക്ടറുടെ മേൽ കൂടെ വീണ് 2 പേരും അവിടെ വീണു. അങ്ങനെ അപ്പോൾ തന്നെ വണ്ടി അവിടെ നിർത്തി നോക്കുമ്പോൾ ഈ സീറ്റിലുണ്ടായിരുന്ന യാത്രക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് പ്രയാസം, എന്താണ് ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയില്ല, ചെറിയ തലകറക്കം പോലെ വന്നു, അങ്ങനെ വീണതാണെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് അങ്ങാടിയിൽ വണ്ടി നിർത്തിയിട്ട് അദ്ദേഹത്തിന് പിന്നെ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് തന്നെ ഷോപ്പിലുണ്ടായിരുന്ന ഡോക്ടറെ വണ്ടിയിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രഷർ കൂടിയതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചോദിച്ചു, ചെക്ക് ചെയ്യാറില്ലേ, നിങ്ങൾ മരുന്ന് കഴിക്കാറുണ്ടോ, ഗുളിക ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്താണ്, ഇത്തരം അസുഖമുള്ള ആളുകൾ ഒരു പക്ഷേ പ്രഷർ കൂടിയതോ കുറഞ്ഞതോമായ അവസ്ഥയിൽ നമുക്ക് യാത്ര ഒഴിവാക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട മരുന്നുകളും കാര്യങ്ങളും മുൻകരുതലൊക്കെ എടുത്തുകൊണ്ട് യാത്ര നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾക്ക് യാത്ര ഒഴിവാക്കി ഇങ്ങനെയുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ പല ആളുകളും അത് നെഗറ്റീവായി എടുത്തുകൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അസുഖം ഉണ്ടാകും, പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരും, പിന്നെ ഇറച്ചി കൂട്ടാൻ പറ്റില്ല, മീൻ കൂട്ടാൻ പറ്റില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത്രയും കാലം ഇഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചു, എന്നിട്ട് രോഗം വരുത്തി വെച്ചതിന് ശേഷം വീണ്ടും അതൊക്കെ തിന്നുകൊണ്ട് സുഖിച്ച് ജീവിക്കണം, തോന്നിയതുപോലെ ജീവിക്കണം എന്ന ആഗ്രഹം, അതാണ് ലക്ഷ്യം. അല്ലാതെ അസുഖമുണ്ടോ ഇല്ലേ എന്ന് നോക്കാനുള്ള മടിയൊന്നുമല്ല. ഇത് ഇത്രയും കാലം തിന്നത് ഇനിയും തിന്നണം, നിർത്താൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ നമ്മൾ മുതിരാതിരിക്കുമ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ട നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം, വ്യായാമം ചെയ്യണം, അതുപോലെ തന്നെ മരുന്നുകൾ കൃത്യമായി നമ്മൾ പാലിക്കണം. വേണ്ടത് കൂടിയാൽ വേണ്ടതെന്താണ്, കുറഞ്ഞാൽ വേണ്ടതെന്താണ്, ഇങ്ങനെ കൃത്യമായ അളവിൽ നമ്മൾ നിലനിർത്തി പോകണം എന്ന് ഡോക്ടർമാർ പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക.